കഴിഞ്ഞ ഇടതുപക്ഷ മന്ത്രിസഭയിൽ മറ്റ് മന്ത്രിമാരെ പോലെ തൊഴിൽ എക്സൈസ് വകുപ്പുകൾ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു. നിലവിലും കേരള നിയമസഭാ അംഗമാണ്. CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, CITUവിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, പുരോഗമന മുന്നണിയുടെ കൺവീനർ എന്നീ നിലകളിൽ ഇടപെടുന്ന ശ്രീ TP രാമകൃഷ്ണൻ MLA AKCT സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച നടക്കുന്ന ട്രേഡ് യൂണിയൻ സമ്മേളനത്തിലേക്ക് സ്വാഗത സംഘത്തിൻ്റെ പേരിലും സംസ്ഥാന പ്രവർത്തക സമിതിയുടെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന KSTയുടെ പ്രസ്ഥാനത്തിൻ്റെ ട്രഷററായിട്ടുള്ള ശ്രീമതി AK ബീനയെ ഈ സമ്മേളനത്തിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ സർവകലാശാല ജീവനക്കാരുടെ സംഘടന കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നത് ശ്രീ ഹരിലാലാണ്. സർവകലാശാലകളുടെ സ്വയംഭരണാധികാരത്തെ തകർക്കാനുള്ള കേന്ദ്ര ഇടപെടലുകളിൽ പ്രതിരോധിക്കുന്നത് അധ്യാപകരോടൊപ്പം ചേർത്ത് പ്രവർത്തിക്കുന്ന സർവകലാശാലയിലെ അനധ്യാപക സംഘടനകളുടെ ഏകോപന ശക്തിയായി പ്രവർത്തിക്കുന്ന CUAOയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഹരിലാലിനെ ഏറെ സ്നേഹത്തോടെ ഈ അദ്ദേഹത്തിനെയും ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിവരെയും ഈ സദസ്സിൽ ഉള്ള പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായ നേതാക്കളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ സെഷന്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കണമെന്ന് ശ്രീ സന്തോഷ് ടി വർഗീസിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേരള NG യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ MV ശശിധരൻ, KSTയുടെ സംസ്ഥാന ട്രഷറർ ശ്രീമതി AK ബീന, CUEOയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഹരിലാൽ, ഈ യോഗത്തിൽ സ്വാഗതം പറഞ്ഞ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശശി CT, ഈ യോഗത്തിൽ നന്ദി അറിയിക്കുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി രഘുദാസ് PV, യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രസീഡിയം സഖാക്കളെ, നിരന്തരം അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല അനുദിനം കടുത്ത ചൂഷണത്തിനും ലോകത്തുടനീളം നമുക്ക് കാണാനായി കഴിയുന്നു. കോർപ്പറേറ്റ് രംഗത്ത് പോലും പ്രവർത്തിക്കുന്ന വമ്പൻ കമ്പനികൾക്ക് അവരുടെ ലാഭം അനുദിനം വർദ്ധിപ്പിച്ചു കൊണ്ടുപോകാൻ ഉള്ള സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരു പശ്ചാത്തലത്തിലാണ് വലതുപക്ഷ സർക്കാരുകൾ അധികാരത്തിലിരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം രാഷ്ട്രീയ നേതൃത്വവും കോർപ്പറേറ്റ് ശാന്തിയുടെ ചെയർമാനായ സുബ്രഹ്മണ്യം ഇങ്ങനെ ആവശ്യം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ആൻ സെബാസ്റ്റ്യൻ എന്ന യുവ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ജോലിയുടെ ആധിക്യത്താൽ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന വമ്പൻ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്തതിന്റെ ഭാഗമായി അവരുടെ ജീവൻ അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കോർപ്പറേറ്റ് രംഗത്ത് അവരുടെ ലാഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇതിന്റെ എല്ലാം ഭാരം, ഇതിന്റെ എല്ലാം ബാധ്യത ലോകത്തെ തൊഴിലാളി സമൂഹം അനുഭവിച്ചോണം. എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്ന ആവശ്യങ്ങൾ ഈ കൺവെൻഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ഈ സമീപ വർഷങ്ങളായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു ബജറ്റിലും തൊഴിലാളി എന്ന പ്രയോഗം കാണാൻ കഴിയില്ല. തൊഴിലാളി എന്ന വാക്കില്ല. ഇത്തവണത്തെ ബജറ്റിന്റെ പ്രത്യേകത തൊഴിലാളി എന്ന പദം ഇല്ല എന്ന് കാണുമ്പോഴും കേരളത്തെക്കുറിച്ചൊരു പരാമർശമില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് പ്രത്യേക ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുകയാണ്. കേന്ദ്ര നയത്തിന്റെ ഭാഗമായി തൊഴിൽ വല്ലാതെ കുറയുകയാണ്. ഉള്ള തൊഴിൽ നഷ്ടപ്പെടുകയാണ്. അടിമത്ത വ്യവസ്ഥിതികൾ അടിച്ചേൽപ്പിക്കുന്ന രൂപരേഖയാണ് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിൽ 29 നിയമങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. 29 നിയമങ്ങൾ. അതിന് പകരമാണ് ലേബർ കോഡ് നടപ്പിലാക്കാൻ
അവർ നിലപാടുകൾ സ്വീകരിക്കുന്നു. നമ്മളെല്ലാം, നിങ്ങൾ ഉൾപ്പെടെ, മെയ് ദിനത്തിന്റെ ആനുകൂല്യം അനുഭവിക്കുന്നവരാണ്. മൊത്തം ലോകത്തിലെ എല്ലാ തൊഴിലാളികളും മെയ് ദിനത്തിന്റെ ആനുകൂല്യം അനുഭവിക്കുന്നവരാണ്. 1886 മെയ് മാസത്തിലാണ് ലോകത്തിലാദ്യമായി ഒരു കേന്ദ്രീകൃത മുദ്രാവാക്യം ഉയരുന്നത്. ആ 24 മണിക്കൂറിനെ ഈ 3 എട്ടായി വിഭജിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് 8 മണിക്കൂർ ജോലി വ്യവസ്ഥ സ്ഥാപിച്ചു കിട്ടുന്നതിന് ചിക്കാഗോ കേന്ദ്രമായി തൊഴിലാളികളുടെ വലിയ പോരാട്ടമാണ്. തൊഴിലാളികൾ, തൊഴിലാളി പ്രവർത്തകർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, അവരെല്ലാം ഈ പോരാട്ടങ്ങളിൽ ഭരണകൂടത്തിന്റെ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയമായി ജീവൻ നഷ്ടപ്പെട്ടു, മാറാൻ ഇടവന്നിട്ടുണ്ട്. 8 മണിക്കൂർ ജോലി വ്യവസ്ഥ സാർവത്രികമായി അംഗീകരിച്ചു. ഇപ്പോൾ 8 മണിക്കൂർ ജോലി വ്യവസ്ഥ ഇല്ലാതാകുന്ന നിലയിലേക്ക് എത്തുകയാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗത്തിലും പരാമർശിക്കുകയുണ്ടായി. തൊഴിൽ സമയം വർദ്ധിപ്പിക്കാനുള്ള നിലപാടുകളിലേക്കാണ് എത്തുന്നത്. തൊഴിലാളികളെ സംബന്ധിച്ച് ഫാക്ടറികൾ, കമ്പനികൾ, വലിയ യന്ത്രങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് ജോലി ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് രൂപപ്പെട്ടു വരുന്ന ശാരീരികമായ അവശതകൾ അത് തൊഴിൽ ചെയ്യുന്നവരുടെ ശേഷിയെ കുറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്രമേണ കുറയ്ക്കണം, അധ്വാന സമയം കുറയ്ക്കണം വരുന്ന സ്ഥിതി. ഇപ്പോഴത്തെ സ്ഥിതി IT മേഖലയിൽ നേരത്തെ ഒരു തൊഴിലാളി ആത്മഹത്യ ചെയ്യാനിടയായ വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, അവർക്ക് ജോലി ചെയ്തൊക്കെ അതിന് സമയമുണ്ടോ? കരാറടിസ്ഥാനത്തിലാണ് വർക്ക്. രാത്രിയും പകലും അവർ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ജോലി ചെയ്യുന്നവർ അവരുടെ ശേഷി എത്ര കാലം വരെ ഉപയോഗിക്കാൻ കഴിയും? ഇങ്ങനൊരു ഗൗരവമായ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ചിന്തയ്ക്ക് വിഷയമാകേണ്ടുന്ന ഒരു പ്രശ്നമാണിത്. ഇവിടെയാണ് ലേബർ കോഡ് നടപ്പിലാക്കുന്ന വഴി തൊഴിൽ സമയം 12 മണിക്കൂറായി. ഇപ്പോൾ 18 മണിക്കൂറാണ്. ആ 8 മണിക്കൂർ എന്നുള്ളത് 12 മണിക്കൂറാക്കി മാറ്റുന്നതിനു വേണ്ടി നിയമം വരികയാണ്. അതാണ് ലേബർ കോഡ്. 85 ഈ മിനിമം കൂലി ഒന്നും നിലനിൽക്കില്ല. ലേബർ കോഡ് വന്നു കഴിഞ്ഞാൽ ഈ മിനിമം കൂലി ഒന്നും നിലനിൽക്കുന്നില്ല. ഇന്ത്യ ആകെ എടുത്ത് 4 മേഖലകളായി തിരിച്ച് പ്രത്യേക കൂലി, ആ കൂലി ഇപ്പോൾ നിർദ്ദേശിക്കപ്പെടുന്നത് 300-ൽ താഴെയാണ്. സംസ്ഥാനങ്ങൾ ഇതിന് ചട്ടങ്ങൾ രൂപീകരിക്കണം. അത് കഴിയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് തന്നെ ചട്ടങ്ങൾ രൂപീകരിച്ച് നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം പണിമുടക്കിലേക്ക് വരുന്നത്. ഇന്ത്യൻ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് അധ്യാപകർ ഉൾപ്പെടെയുള്ള വിഭാഗമാണ് പണിമുടക്കിലേക്ക് വരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന ഒരു നയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്നത് RSS നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ ശക്തികളാണ്. അവർ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാണ്. മതരാഷ്ട്രവാദം എന്നത് വർഗീയതയാണ്. കേരളത്തിൽ
ജമാഅത്തെ ഇസ്ലാം, SDP, ഈ രണ്ട് വിഭാഗങ്ങളും മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുകയാണ് സൈദ്ധാന്തികമായി. ഈ രണ്ട് വിഭാഗങ്ങളെയും കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംവിധാനമായ UDF-നകത്ത് ഉറപ്പിച്ചു നിർത്താൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം നൽകി നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദം ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല. അവിടെ ലക്ഷ്യം എന്ത് ഹീനമായ നിലപാടും സ്വീകരിച്ച് അധികാരം പിടിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ UDF-ന് നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കണം. എന്തിനു വേണ്ടി തിരിച്ചു പിടിക്കണം? ആ ചോദ്യത്തിനാണ് ഉത്തരം കിട്ടുന്നത്. ഇവിടെ നമ്മുടെ മുമ്പിൽ ചില പ്രശ്നങ്ങൾ ഓർത്തു പോകേണ്ടത്. ചരമദിനമാണ് മാർച്ച് 22. എഴുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് AK-യിൽ വന്നത്. ആ കാലയളവിൽ AKG 17 വർഷം ജയിലിലാണ്. ചിലപ്പോൾ ഇത്രയധികം മർദ്ദനമേറ്റ ഒരു രാഷ്ട്രീയ നേതാവ് വേറെ നമുക്ക് നിങ്ങളെല്ലാം വർഗപരമായ നിലപാടിനോടൊപ്പം നിൽക്കുന്നവരാണ്. കേരളം എങ്ങനെ ഇന്നത്തെ സ്ഥിതിയിലേക്ക് മാറി? 57 US ഗവൺമെന്റ് അതൊരു സുപ്രഭാതത്തിൽ പൊട്ടിവീണതല്ല. ദീർഘകാലത്തെ എണ്ണമറ്റ പോരാട്ടങ്ങളുടെ ഭാഗം അനേകം ആളുകളുടെ ജീവൻ കൊടുത്ത് എത്തിച്ചേർന്ന ഒരു വളർച്ചയുടെ പ്രതിഫലമായിരുന്നു 57 US ഗവൺമെന്റ്. ഭൂബന്ധങ്ങളിൽ മാറ്റം വരുത്തി. ആ നിയമത്തെ തകർത്ത് കളഞ്ഞു പിന്നീട് അധികാരത്തിൽ വന്നവർ. അതിനാർക്കെല്ലാം പങ്കുണ്ടായിരുന്നത് നിങ്ങൾ പരിശോധിച്ചോ? അങ്ങനെ കർഷക ബന്ധ നിയമത്തിന്റെ ചിറകരിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് 69-ൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസ്സാക്കാൻ ഇടവന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് 10 സെന്റ് ഭൂമി കുടികിടപ്പുകാർക്ക്, കുടിയാന്മാർക്ക് ജന്മാവകാശം, മിച്ചഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ. ഇതെല്ലാം രൂപപ്പെട്ടത് അന്നത്തെ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ഗവൺമെന്റ് നായനാറാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ 45 രൂപ. എന്തായിരുന്നു അന്ന് ഈ പെൻഷൻ പ്രഖ്യാപിച്ച നിലപാടിനെ കുറിച്ച് ശ്രീ K. കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കേരളത്തിൽ പ്രതികരിച്ചത്? കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്താൽ ഈ എല്ലും തൊലിയുമായ ഈ പ്രായം ചെന്ന ഈ പാവപ്പെട്ടവന് പെൻഷൻ കൊടുത്താൽ എന്ത് പ്രത്യുപകാരം! ഇത് പ്രത്യുൽപാദനപരമല്ല. പെൻഷൻ എതിർത്തു. അങ്ങനെ ഒരു ചരിത്രം കേരളത്തിലുണ്ട്. അതാരും മറന്നു പോകണ്ട. ഞാനാരുടെ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഈ എല്ലും തൊലിയും ആയ മനുഷ്യനാണ് ഈ കേരളത്തെ തീറ്റിപ്പോറ്റിയത്. കൃഷിക്കാരും കർഷക തൊഴിലാളികളും അന്നം നൽകുന്നവരാണ്. അവര് അവരുടെ ആരോഗ്യമുള്ള കാലത്ത് കഠിനാധ്വാനം ചെയ്തു ഈ നാടിനെ തീറ്റിപ്പോറ്റാൻ. അവര് പ്രായമായി അവശത നേരിടുമ്പോൾ 2 ഗുളിക വാങ്ങാൻ, ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കഴിക്കാൻ ഈ കാശ് ഉപകരിക്കുമെങ്കിൽ അതിൽ ഗവൺമെന്റ് സംതൃപ്തമാണ്. ഈ ജനവിഭാഗത്തോട് അത്രയെങ്കിലും നീതി ചെയ്യാനായല്ലോ. 2010 പിന്നീട് വിവിധ ജനവിഭാഗങ്ങൾക്ക് ക്ഷേമ പദ്ധതികളായി, പെൻഷനായി, മറ്റാനുകൂല്യങ്ങളാണ് ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ 2016 സഖാവ് പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ 600 രൂപയാണ്. അന്നത്തെ ഈ 600 രൂപ പെൻഷനിൽ
UDF പങ്കുവച്ചത്. പെൻഷൻ എല്ലാ മാസവും കൊടുക്കുന്ന നിലയിലേക്ക് എത്തിയത് കോവിഡ് മഹാമാരി പിടിച്ച ആ സന്ദർഭത്തിലാണ്. തൊഴിൽ ഇല്ലാതായി, വരുമാനം നഷ്ടപ്പെട്ടു, ജീവിതം വഴിമുട്ടി, വിപണി നിർജീവമായി. ഈ സാഹചര്യത്തിൽ വിപണി സജീവമാക്കാൻ, വിപണിയിൽ പണമിറക്കാൻ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ എത്തുന്ന പണം സഹായകരമാകുന്നു. അങ്ങനെയാണ് നിങ്ങൾ ചില ആത്മപരിശോധന നടത്തണം. ഈ സമൂഹത്തോടുള്ള ഈ പരിവർത്തനത്തിലുള്ള ഈ മാറ്റത്തോടൊപ്പം നിൽക്കാൻ അധ്യാപകർക്ക് കഴിയണ്ടേ? ആ ഒരു ഉയർന്ന ബോധത്തിലേക്ക് കോളേജ് അധ്യാപകർ എത്തണ്ടേ? നിങ്ങൾ ഇപ്പോഴും പെൻഷൻ പരിഷ്കരണത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അത് തെറ്റൊന്നുമില്ല, ഡിമാൻഡ് തെറ്റൊന്നുമില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ലഭ്യമാകണം, പഴയ പെൻഷൻ വ്യവസ്ഥയിലേക്ക് പോകണം എന്നുള്ളത് ഈ ഓൾ ഇന്ത്യ പണിമുടക്കിന്റെ മുദ്രാവാക്യത്തിൽ ഒന്നാണത്. ആ മുദ്രാവാക്യത്തിൽ തെറ്റില്ല. എന്തുകൊണ്ടാണ് UP നിന്ന് പോകാത്തത്? അവിടെ വെറുതെ കയറ്റൂല, പോകുന്നവരെല്ലാം കയറ്റൂല. എന്ത് വേണം? തലയിൽ ആൾതാമസം വേണം. ആ തലയിൽ ആൾതാമസമുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്ന പ്രധാന ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ടാണ്, അങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ടാണ് അവിടെ പോകാൻ സാധിക്കുന്നത്. ആ വിദ്യാഭ്യാസ യോഗ്യതയെ, ആ വൈജ്ഞാനിക മികവിനെ കേരളത്തിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വൈജ്ഞാനിക മികവ് ഇവിടെ നമുക്ക് വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകത്ത് തന്നെ കണക്കുകൾ പുറത്തു വന്നല്ലോ. ഏറ്റവും കൂടുതൽ വനിതകൾ, സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം ആർജിക്കുവാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. ആ ശ്രമം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സിവിൽ സർവീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നെയും നിങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ വിശ്വാസം കാക്കുകയും നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് ഈ സംസ്ഥാന സർക്കാർ എന്ന് തിരിച്ചറിയുകയും സംസ്ഥാന സർക്കാരിന്റെ പോരാട്ടങ്ങൾക്ക്, അതിന്റെ ബദൽ നയങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതിനു വേണ്ടി ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുകയാണ്. ഇത് ഒന്നാം പിണറായി സർക്കാർ, അതിനു മുന്നേ ഉണ്ടായ UDF സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ പിന്തിരിപ്പൻ നയങ്ങളെയും തിരുത്തി പിന്നോട്ടടികളെയും പരിഹരിച്ചുകൊണ്ട് നവകേരള മിഷൻ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നു. ആവശ്യമായിട്ടുള്ള പാശ്ചാത്തല സൗകര്യമൊരുക്കി, നിലമൊരുക്കി വെച്ചു. രണ്ടാം പിണറായി സർക്കാർ വിത്തിട്ട് വിളവെടുക്കാനായിരിക്കുകയാണ്. മൂന്നാം സർക്കാരാണ് വിളവ് കൊയ്യേണ്ടത്. അതിനുള്ള സമയമാണ് സംജാതമാവുന്നത്. ആ വിളവ് കൊയ്യാൻ ഒരാളെയും മറ്റൊരാളെയും അനുവദിക്കാൻ പാടില്ല എന്നതാണ്. അത് ഞാൻ ചിലപ്പോൾ നിങ്ങളുമായിട്ട് തന്നെ ഷെയർ ചെയ്തു എന്ന് എനിക്കറിയില്ല. തീരുമാനത്തിന്റെ ഭാഗം തന്നെയാണ് മറ്റ് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള അനുഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വരുതിയിലാക്കാനും തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാനും വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് നിങ്ങളുടെ സമ്മേളനം കൃത്യമായും വളരെ കണിശമായി അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടും കഴിഞ്ഞ കാലങ്ങളിലും ഇനി വരും കാലങ്ങളിലും അത് അനുവദിക്കില്ല എന്നുള്ള പോരാട്ടം ഈ സംസ്ഥാനത്തിനകത്ത് കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഈ നാടിനെ സ്നേഹിക്കുന്നവരെല്ലാം ചേർന്ന് നടത്തുന്ന പോരാട്ടം, അതിൻ്റെ കൂടെ ഒരുപക്ഷെ അതിനേക്കാൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാം നടത്തുമെന്ന കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, സിവിൽ സർവീസിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, ഏറ്റവും ആകർഷകമായ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ പോരാട്ടത്തിലൂടെ നേടിയെടുത്തവയെല്ലാം പടിപടിയായി ഇല്ലാതാക്കിക്കൊണ്ട് കേവലം ഭിക്ഷാന്തേഹികളായി മാറ്റുന്ന രീതിയിലേക്ക് ജീവനക്കാരെ ഉൾപ്പെടെ മാറ്റുന്ന നിയമങ്ങൾ രൂപപ്പെടുന്ന അനുഭവം, പണിയെടുക്കുന്നവനോട് നിങ്ങൾ തൊഴിലുടമയുടെ അടിമകളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അനുഭവം, അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായും എല്ലാ വിഭാഗം, തൊഴിലെടുക്കുന്ന മുഴുവൻ വിഭാഗങ്ങളും അവിടെ സർക്കാരെന്നോ കർഷകരെന്നോ തൊഴിൽമനുഷ്യമാക്കി മാറ്റേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഈ വ്രതശുദ്ധിയുടെ നാളുകളിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് ഇതര സംസ്ഥാനങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് കേരളത്തിൽ
കേരളത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഭവം നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനിടയാക്കിയിട്ടുള്ളത്, അത്തരമൊരു ചിന്തയിലേക്ക് മലയാളിയെ നയിച്ചിട്ടുള്ളത് കേരളത്തിനകത്തെ മതനിരപേക്ഷ ചിന്താഗതി വളർത്തിക്കൊണ്ടുവരുന്ന പൊതുവിദ്യാഭ്യാസമാണ്. ആ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടാൽ ഈ കേരളത്തിലെ ജനത വർഗീയതപരമായി ചിന്തിക്കില്ല, സംഘപരിവാര ശക്തികളുടെ തിട്ടൂരത്തിന് വഴങ്ങില്ല, അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കുന്നതിന് തടസ്സമായി മാറും. അതുകൊണ്ട് കേരളത്തിനകത്തെ പൊതുവിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ തകർക്കണം. ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ സൂചിപ്പിച്ചു. അതിന്റെ ഭാഗമായി വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതങ്ങളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടങ്ങളൊക്കെ പരിമിതമാണ് സൗകര്യങ്ങൾ, പരിമിതമാണ് പൊതുവിദ്യാലയങ്ങൾ. നമുക്ക് നന്നായിട്ട് അറിയാം. കേരളത്തെ കാണുന്നത് പോലെ മഷിയിട്ട് നോക്കിയാൽ കിലോമീറ്ററുകൾക്കുള്ളിലാണ് ഒരു ചെറുതെങ്കിലും നമ്മുടെ കാര്യത്തോളത്തിന് സമാനമായിട്ടുള്ള പൊതുപള്ളിക്കൂടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അവയെല്ലാം അടച്ചുപൂട്ടപ്പെടുന്നു. യുഡൈസ് ഡാറ്റ എടുത്തു നോക്കുമ്പോൾ ഓരോ വർഷവും 10-25,000-ലധികം പള്ളിക്കൂടങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു, ആരും അറിയാതെ. അവയെല്ലാം സ്വയമേവ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പശ്ചിമ ബംഗാളിൽ അവിടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. മേഖലയിലൊക്കെയുള്ള തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ആത്മഹത്യയിലേക്ക് ഉൾപ്പെടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ഒരു സമ്മേളനത്തിൽ നമ്മുടെ നിലവിലുള്ള കേരളത്തിലെ LDF സർക്കാരിൻ്റെ തുടർച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ വരാനിരിക്കുന്ന മെയ് മാസത്തിലെ പണിമുടക്കിനെ കുറിച്ചുമുള്ള പ്രാധാന്യമൊക്കെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. അത് ഉദ്ഘാടന പ്രാസംഗികനായാലും അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചവരുമൊക്കെ അത്തരം കാര്യങ്ങൾ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു സെഷൻ മുന്നോട്ട് പോയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ LDF സർക്കാരിന്, LDFന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് സഖാവ് TP രാമകൃഷ്ണൻ. നമ്മുടെ ട്രേഡ് യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട MLA-യും CIT-യുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് TP രാമകൃഷ്ണനോടുള്ള കൃതജ്ഞത AKGCT-യുടെ പേരിലും സ്വാഗത സംഘത്തിന്റെ പേരിലും CIT-യുടെ സംസ്ഥാന ട്രഷറർ ശ്രീമതി AK ബീന, CUEO-യുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഹരിലാൽ, സ്വാഗതം ആശംസിച്ച ശ്രീ ശശി CT, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള AKGCT-യുടെ നേതൃത്വം ഈ പരിപാടിയിൽ 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold, Gold and Diamonds, Kerala and Karnataka.